വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ AI ക്യാമറകൾ നാളെ മുതൽ സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങും. 726 AI ക്യാമറകളാണ് സംസ്ഥാനത്താകെ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വയാർജിത ബുദ്ധി ഉപയോഗിച്ച് ഓരോ വാഹനത്തിന്റെയും നിയമലംഘനങ്ങൾ സൂം ചെയ്ത് കണ്ടെത്തി കൺട്രോൾ റൂമിലേക്ക് സന്ദേശം അയക്കാൻ ശേഷിയുള്ളതാണ് AI ക്യാമറകൾ. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും ഇത് പ്രായോഗികമല്ലെന്ന വാദവും നിലനിൽക്കുമ്പോഴാണ് നാളെ മുതൽ യാത്രക്കാരുടെ കീശ കീറുന്നത്. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും അമിത വേഗവും ഉൾപ്പെടെ 7 നിയമലംഘനങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 1.25 ലക്ഷം വരെ നിയമലംഘനങ്ങൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ മോട്ടോർ വാഹന വകുപ്പ്. കാർ യാത്രക്കാർ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സീറ്റ് ബെൽറ്റ് ആണ്. ഡ്രൈവർ നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. ഡ്രൈവർ മാത്രം പോരാ, മുൻ സീറ്റിലുള്ള യാത്രക്കാരനും നിർബന്ധമാണ്. അത് ഗർഭിണിയായാലും പ്രായമുള്ളവരായാലും കുട്ടികളായാലും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. പിൻ സീറ്റിലിരിക്കുന്നവർക്കും സീറ്റ് ബെൽറ്റ് വേണമെങ്കിലും തൽക്കാലം പിഴ ഈടാക്കില്ല. മുൻ സീറ്റിലിരിക്കുന്ന ആരെങ്കിലും സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നാൽ പിഴ 500 രൂപയാണ്. കാർ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വാഹനങ്ങളിലുമുള്ള യാത്രക്കാർ സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് ആണ്. അങ്ങനെ ചെയ്താൽ 2000 രൂപയാകും പിഴ ഈടാക്കുന്നത്. ഡ്രൈവിംഗിനിടെ മൊബൈൽ കയ്യിൽ പിടിച്ചുള്ള സംസാരവും ശിക്ഷാർഹമാണ്. ബ്ലൂടൂത്ത് വഴിയോ ലൗഡ് സ്പീക്കറിലോ സംസാരിക്കുന്നതും നിയമലംഘനമെങ്കിലും തൽക്കാലം പിഴയില്ല. ഇരുചക്ര വാഹന യാത്രക്കാരും 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, ഹെൽമറ്റ് നിർബന്ധമാണ്. ഓടിക്കുന്ന ആൾക്ക് മാത്രമല്ല, പിന്നിലിരിക്കുന്നയാൾക്കും 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഹെൽമറ്റ് വേണം. ഹെൽമറ്റ് ഇല്ലെങ്കിൽ പിഴ 500 രൂപയാണ്. രണ്ടാമത്തെ കാര്യം ഓവർലോഡിംഗ് ആണ്. ഡ്രൈവർ ഉൾപ്പെടെ 2 പേർക്കാണ് അനുവാദം. 3ഓ അതിലധികമോ ആയാൽ 1000 രൂപയാകും പിഴ. ഇരുചക്ര വാഹനത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നം കുട്ടികളുമായുള്ള യാത്രയാണ്. ബൈക്കിൽ 2 പേരെന്ന നിയമം ഉള്ളതുകൊണ്ട് മാതാപിതാക്കൾക്കൊപ്പം ഒരു കുട്ടിയെ കൊണ്ടുപോയാൽ തന്നെ പിഴ വരും. പക്ഷേ ആ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തെഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ യാത്രയ്ക്ക് ഇളവ് നൽകും. ഇവ കൂടാതെ നോ പാർക്കിംഗ് ഏരിയയിലോ മറ്റു വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിലോ വാഹനം പാർക്ക് ചെയ്താലും പിഴ വരും. അതുപോലെ ഒരു ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് കത്തിക്കിടക്കുമ്പോൾ അത് മറികടന്നു പോയാലും ക്യാമറ കണ്ടെത്തും. അമിത വേഗം പിടികൂടാൻ 4 വാഹനങ്ങൾ ഉൾപ്പെടെ 8 ക്യാമറ സിസ്റ്റമാണ് തയ്യാറാക്കിയിരിക്കുന്നത്.